ഹായ്, നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അങ്ങനെ വിമാന അപകടം നടന്നിട്ട്, ദുരന്തം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അല്ലേ. നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദുരന്തമാണ് കോഴിക്കോട് നടന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം മഴേൻ്റെ ശബ്ദം കൂടി ഉണ്ടാവും. നല്ല മഴയാണ്, കാറ്റുണ്ട്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. ലൈക്ക്, കമൻറ്റാണ്, വിലയേറിയ കമൻറ്റുകളാണെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. അങ്ങനെ നമ്മുടെ വിമാന ദുരന്തം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലേ. 231 പേര് നമ്മളെല്ലാം ഈ ലോകത്തെ വിട്ട് അവരുടെ ലോകത്തേക്ക് പോയി. അവിടെ പോയി, അത് വേറെ വിഷയം. അപ്പോൾ നമ്മളെ കേരളത്തിന് ദുഃഖം തന്ന ആ ഒരു ദുരന്ത വാർത്ത ലോകമെമ്പാടും ദുഃഖം തന്നു. പക്ഷെ നമുക്ക് കേരളത്തിൻ്റെ കാര്യം, അതിലൊരു മലയാളി രഞ്ജിത എന്ന പെൺകുട്ടി മരണപ്പെട്ടു. അപ്പോൾ ആ ശരീരം, മൃതശരീരം ഇന്ന് സ്വന്തം നാടായ തിരുവല്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ എത്തിച്ചിരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരു നോക്ക് കാണാൻ അവിടെ ചെന്നു. സ്വന്തം വീട്ടിൽ വെക്കാനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ട് രഞ്ജിത പഠിച്ച സ്കൂളിൽ ഒരു ദർശനത്തിന് വെച്ചിട്ടാണല്ലോ ആ വെച്ചത്. ഒരു നോക്ക് മുഖന്ന് കാണാൻ പറ്റാത്ത വിധത്തിൽ രൂപം, എന്താ പറയണ്ടേ, നമുക്ക് കാണാൻ പറ്റത്തില്ല, കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് ആ മൃതദേഹത്തിനുള്ളത്. കാരണം അറിയാലോ, തീയാണ്. എന്താ പറയേണ്ടതല്ലേ. ഇതിൽ സ്വന്തം മക്കൾക്ക് പോലും ആ അമ്മയുടെ മുഖം കാണാൻ പറ്റാത്ത വിധത്തിൽ ആയിപ്പോയി. എന്താ പറയേണ്ടത്. ഇതിൽ പരം ദുഃഖം വേറെ എന്താണ് മനുഷ്യനുള്ളത്. പക്ഷെ മനുഷ്യൻ ഇന്ന് പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ് മനുഷ്യൻ. ഒരു നിമിഷം മതി എല്ലാവർക്കും എല്ലാം തീരാം. പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് സമൂഹത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ പലതരത്തിൽ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് പോലെ ആയിരിക്കൂല ഇനി അടുത്ത ദിവസം, ഇനി അടുത്ത നിമിഷം. ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അവനവൻ്റെ ജീവിതത്തിൽ. ശരീരം ഓരോ ദിവസവും കൂടി കഴിയുമ്പോൾ പഴകി പോവുകയാണ് ചെയ്യുന്നത്. എത്ര നമ്മൾ മേക്കപ്പെട്ട് പൊട്ടിയിട്ട് തേച്ച് മിനുക്കിയാലും, വില കൂടിയ വസ്ത്രങ്ങൾ ശരീരത്തിൽ അണിഞ്ഞാലും ശരി, അതിനൊന്നും ശാശ്വതമല്ല ശരീരം എന്നുള്ള ബോധം ഇല്ലാത്തവന് അഹങ്കാരം, അഹന്തയും എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളും ഉണ്ടാവും. ഇതെല്ലാം മറഞ്ഞവനോ ഒരു ദുഃഖം ഉണ്ടാവില്ല, ഇതുപോലുള്ള അഹങ്കാരങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ കുട്ടികൾക്ക് സ്വന്തം മാതാവിനെ കാണാൻ, ഒരു നോക്ക് കാണാൻ, മുഖം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇത് വിധിയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇല്ലേ. അത്രയും വികൃതമായിട്ടായിരിക്കും ആ ശരീരം, ആ ബോഡി, മുഖം വരെ ഉണ്ടാവുക. ഇത് മനോഹരമായ മുഖമായിരുന്നു അല്ലേ രഞ്ജിതയുടെ. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ പൊട്ടിയിട്ട് മിനുക്കി അല്ലേ, വലിട്ട് കണ്ണെഴുതി, അങ്ങനെ ഞാൻ പറയുന്നതല്ല. എന്നിരുന്നാലും അതൊക്കെ വേണം. പക്ഷേ നമ്മൾ അഹങ്കരിക്കരുത്. ഒന്നിനും, ഒരു സംഭവത്തിനും അഹങ്കരിച്ച് ചെയ്യരുത്. ഒന്നിനെയും വില കുറച്ച് കാണാനും പാടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. മനസ്സിലാക്കേണ്ട, ബോധം വരേണ്ടതാണ്. ഓരോ നിമിഷവും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കും. നമുക്ക് ഇന്നലെ ഉള്ളതുപോലെയാണോ ഇന്ന്? അല്ല. മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ചെറുതും വലുതുമായ മാറ്റങ്ങൾ, ഒരു കയറ്റം, ഒരു ഇറക്കം, ഇതൊക്കെ ഉണ്ടാകും. ഇവിടെ ഒന്നും ശാശ്വതമല്ല. ഇവിടെ ഒരു ജീവജാലങ്ങളും ശാശ്വതമല്ല അല്ലേ. അതെ. പക്ഷെ ഇതാരാ മനസ്സിലാക്കുന്നത്?
തുച്ഛമായ മനുഷ്യർ മനസ്സിലാക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. പക്ഷെ ബാക്കി ഭൂരിപക്ഷ മനുഷ്യരും ഇത് മനസ്സിലാക്കുന്നില്ല. വേറെ എന്തൊക്കെയോ ഭാവനയിൽ, ചിന്തയിൽ, മനസ്സിൽ കരുതി വെച്ച് ഉള്ളിപ്പിച്ച് വെച്ചിട്ടുള്ളത്, അത് ഉറച്ച തീരുമാനമാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇന്നത്തെ കാലഘട്ടമാണ്, അതങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പം നമ്മളെന്ത് വേണം? ഞാനടക്കമുള്ളവർ കരുതിയിരിക്കുക, മനസ്സിലാക്കുക. ക്ഷമ, എന്തിന് ക്ഷമയാണ്? ഞാനും ആ ക്ഷമയിലാണുള്ളത്. ഞാനും ആ ക്ഷമ കൈവരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ തീരേണ്ടതാണ്. അത് ഏത് നിമിഷം ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലേ? ഓരോ ദുരന്തങ്ങളും വരുമ്പോൾ നമ്മൾ വേദനിക്കുന്നുണ്ട്, ഇനിയൊരു ദുരന്തം ഉണ്ടാവരുതേ എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഓരോ ദുരന്തങ്ങളും വന്നു ചേരുന്നു നമ്മുടെ ഇടയിൽ. നമ്മൾ അറിയുന്ന വാർത്തകൾ ലോകത്തിൽ നടക്കുന്നത്, പണ്ടുള്ള കാലങ്ങളിൽ ലോകത്തിൽ നടക്കുന്നതല്ലേ, മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നതല്ലേ, അയൽ ജില്ലകളിൽ നടക്കുന്നതൊന്നും അറിയത്തില്ല. ഇന്നെല്ലാം വിരൽത്തുമ്പിലാണ്. പക്ഷെ ആ വിരൽത്തുമ്പിലെന്ത്, നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു ചെറിയൊരു ഫോണിൽ. പക്ഷെ നമ്മൾ അതുക്കും മേലെ അഹങ്കരിക്കുന്നു. അതാ തെറ്റ്. അഹങ്കാരം വെടിയൂ, നല്ല മനുഷ്യരായി ജീവിക്കൂ, അതാ വേണ്ടത്. അപ്പോൾ വളരെ വേദനയുണ്ട് എല്ലാവരും, അല്ലേ? അതിനെക്കുറിച്ച് ഇനി പറയണ്ട. പക്ഷേ ഇന്ന് രഞ്ജിതയുടെ ആ മൃതദേഹം വന്നു. സ്കൂളിലാണ് വെച്ചത്, പൊതുദർശനം. ഇനി മായ ലോകത്തേക്ക് പോകുന്നു. അത് ഇത്രയേ ഉള്ളൂ. എന്താ പറയേണ്ടത് എങ്ങനെ പറയണമെന്നോ അറിയില്ല. ആ കുട്ടികളുടെ, ആ വീട്ടുകാരുടെ, ആ നാട്ടുകാരുടെ, ആ ബന്ധുജനങ്ങളുടെ, അവരുടെ എല്ലാം കണ്ണുനീരിന് എന്ത് പകരം കൊടുക്കാനാവുമല്ലേ? ഇതുപോലെ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഒരു ബന്ധു ഗൾഫിൽ നിന്ന്, വിദേശത്ത് നിന്ന് മരണപ്പെട്ടു. എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയില്ല. പക്ഷെ അത് നാട്ടിലേക്ക് എത്തിക്കാൻ അന്നത്തെ കാലത്ത് ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വന്നു. ഇപ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ഉള്ള ഒരു ചെറിയ ഓർമ്മയുണ്ട്. പിന്നീട് ഇപ്പം അടുത്ത കാലത്ത് തന്നെ ഓരോരോ വാർത്തകൾ കേൾക്കാം, വിദേശത്തു നിന്ന് മരണപ്പെട്ടു, ആക്സിഡൻ്റായി, അങ്ങനെയൊക്കെ. എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കൊണ്ടേ പോകും. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് അഹങ്കരിക്കരുത്. ധനങ്ങൾ വരുമ്പോൾ മനുഷ്യൻ്റെ ധനങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവവും മനുഷ്യത്വവും എല്ലാം പോകും. പിന്നെ അഹങ്കാരവും ഞാനെന്ന ഭാവവും വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയുന്നവന് ഇതൊന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാധാരണ പോലെ ജീവിക്കും. മനുഷ്യനായി മനുഷ്യത്വമുള്ളവനായി ജീവിക്കും. എത്രയെത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണെന്ന് നമ്മൾ വിചാരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകും എന്നുള്ള ബോധത്തിന് വേണ്ടിയിട്ട് ആയിരിക്കും ഇങ്ങനെ മറ്റുള്ളവർ ഈ ധർമ്മസങ്കടത്തിലേക്ക് പോകുന്നത്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക. അതായത് വെറും വാർത്തകളാണ് എന്ന് കരുതി ആരും തന്നെ അത് തള്ളിക്കളയരുത്. നമ്മുടെ അവസ്ഥയും നാളെ ഇതുപോലെയോ അല്ലെ മറ്റുള്ള തരത്തോ ആയി പോകേണ്ടതാ, ഈ ലോകം വിട്ട് പോകേണ്ടതാ എന്നുള്ള ചിന്ത, ബോധമുണ്ടാകണം ഓരോ മനുഷ്യർക്കും. അതുകൊണ്ട് മനുഷ്യനായിട്ട് ജീവിക്കുക, മനുഷ്യത്വമുള്ളവനായിട്ട് ജീവിക്കുക, ഇതാ വേണ്ടത്. എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതാണ്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടും, എൻ്റെ ജീവിതത്തെ നിങ്ങൾ ഇഷ്ടപ്പെടും. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കാണുന്നതാണ്. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് മനസ്സിലാക്കും, നിങ്ങൾക്ക് ആ ബോധമുണ്ടാകും. മനുഷ്യനായി ജീവിക്കുക, മനുഷ്യത്വമുള്ളവനായി ജീവിക്കാൻ ശ്രമിക്കുക, ക്ഷമയോട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ക്ഷമിക്കുക. അതാണ് ഏറ്റവും വലിയ ആയുധം. നമ്മളിവിടെ ആരും തോൽക്കുന്നില്ല, ആരും തോൽപ്പിക്കുന്നില്ല,
ആരും തോറ്റു കൊടുക്കുന്നില്ല. നമ്മൾ ആദ്യം ക്ഷമിക്കുക വേണ്ടത്. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. എന്തിനും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലവരാണ് ഈ ഭൂമിയിലെല്ലാവരും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. ഓരോ പ്രഭാതവും ലോകത്തിന് നന്മ വരട്ടെ. നമ്മൾ പറഞ്ഞു വെച്ചത് രഞ്ജിതയുടെ കാര്യമാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ. ആ കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ ആ രഞ്ജിതയുടെ ഈ വിയോഗത്തിൽ നമുക്കെല്ലാവർക്കും ദുഃഖം രേഖപ്പെടുത്താം, അല്ലാതെ പ്രാർത്ഥിക്കാം, അല്ലാതെ എന്താ പറയേണ്ടത്. വളരെ വേദനയുണ്ട് ഈ വാർത്ത അറിഞ്ഞിട്ട്. അതിനുശേഷം ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം വന്നതിൽ മക്കൾക്ക് കാണാൻ പറ്റാത്ത, ആർക്കും കാണാൻ പറ്റത്തില്ല മുഖം. വളരെ ദയനീയം. അപ്പം ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ.